ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്രൈഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റു. ഈ പതിവ് പോലെ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് 6 മണി. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുള്ള സമയത്ത് 5 മണിക്കെങ്കിലും എഴുന്നേറ്റാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. പിന്നെ നമുക്ക് തന്നെ നമ്മളെ മനസ്സിനെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്വയം മോട്ടിവേറ്റഡ് ആകാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് എന്നും ജീവിതത്തിൽ ഒരേപോലെ ചിന്തിക്കാനോ ഒരേപോലെ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അപ്പോൾ നമ്മളെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ദിവസവും ചെയ്യാൻ സാധിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല പല മാറ്റങ്ങൾ നമുക്ക് വരും. പല പ്രശ്നങ്ങളും നമ്മൾ ദിവസേന നേരിടേണ്ടി വരും. ഈ സമയത്തൊക്കെ നമ്മളെ വീട്ടിലുള്ള ഹസ്ബൻഡോ മക്കളോ അതുപോലെ തന്നെ നമ്മളെ രക്ഷിതാക്കളോ ഒക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അതിനൊക്കെ അപ്പുറം നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആവേണ്ടത്. നമ്മളെ സ്വയം നമുക്കല്ലാതെ മറ്റാർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ചിലപ്പോൾ നമ്മളെ ഹസ്ബൻഡിനോ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും സിറ്റുവേഷനനുസരിച്ച് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെയാണ് സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും യൂട്യൂബിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യാതെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തന്നെ തിരിച്ച് പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ ജോലികളും നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്ത് തീർക്കാതെ ഓരോ ഭാഗങ്ങളാക്കി തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. അതുപോലെ സെൽഫ് ലവ് അഥവാ സെൽഫ് റെസ്പെക്റ്റ്, ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, നമ്മളോട് തന്നെ നമുക്ക് ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. ഇടയ്ക്കൊക്കെ നമ്മളോട് തന്നെ നമ്മൾ സ്വയം ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ സ്വയം സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ കാണണമെങ്കിൽ പറയും, ഇവരൊക്കെ എന്താ വട്ടാണോ എന്നായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. സ്വയം സംസാരിക്കുന്നത് അത്ര വലിയ ഒരു കുറ്റമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും ഞാൻ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം എനിക്കല്ലാതെ പിന്നെ മറ്റാർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മളെക്കാൾ അധികം മനസ്സിലാക്കാൻ പറ്റുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവാം. പക്ഷേ എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമാണ്, എനിക്കത് പറ്റില്ല, എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നായിരിക്കും ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ എപ്പോഴെങ്കിലും എന്നെക്കൊണ്ടത് സാധിക്കും, ഞാൻ അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കാം എന്ന് നമ്മൾ പറയാൻ ശീലിക്കണം. എല്ലാവർക്കും അവരുടേതായ ഓരോ കഴിവുകൾ കാണുമല്ലേ. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, മൃഗങ്ങളോ മനുഷ്യരോ പക്ഷികളോ എല്ലാവരിലും ഈശ്വരൻ അവരുടേതായിട്ടുള്ള ഒരു കഴിവുകൾ കാണും. അപ്പോൾ ആ കഴിവുകൾ, നമുക്ക് എന്താണോ കഴിവ് അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കുക, നമ്മളെ കഴിവുകളിൽ നമ്മളെ വിശ്വസിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ജീവിതമാകുമ്പോൾ നമുക്ക് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. രണ്ടും കൂടി കലർന്ന ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എപ്പോഴും വിജയങ്ങളും ആയിരിക്കില്ല, എപ്പോഴും പരാജയങ്ങളും ആയിരിക്കില്ല. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നവരാണ് മിക്കവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകാതെ അതിൽ നിന്ന് മുന്നോട്ട് വിജയത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ ആയിരിക്കും പിന്നീട് നമ്മളെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇരിക്കുന്നത്. രാവിലെ നമ്മൾ പോസിറ്റീവായിട്ട് നല്ല ഉണർവോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. അത് ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങളും നമ്മളത് സ്വയം ആഘോഷിക്കുകയാണ് വേണ്ടത്. ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവരൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിലെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ അത് ആരാണ് ചെയ്തത്? നമ്മളല്ലേ സ്വയം ചെയ്തത്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ സ്വയം പ്രശംസിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടും. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളെ തളർത്താൻ വേണ്ടി മറ്റുള്ളവർക്കൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുമ്പോഴാണ്. നമ്മളെ ശക്തി നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനെ സ്വയം സ്നേഹിക്കുകയും ഓരോ ദിവസവും നമ്മുടെ ശീലങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.